നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും CPM സർക്കാരും വഴങ്ങിയെന്ന പ്രതിപക്ഷ ആരോപണം ശരിയായിരുന്നുവെന്ന് ആഭ്യന്തര വകുപ്പിന്റെ പുതിയ ഉത്തരവ് സൂചന നൽകുന്നു. പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള പട്ടിക തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെയും മൊഴിയെടുക്കാനായി KK രമയെ വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്ത് അന്തരീക്ഷം തണുപ്പിച്ച CPM വീണ്ടും കളി തുടങ്ങിയിരിക്കുകയാണ്. വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം പുറത്തായതിനാൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടു. ജയിൽ വകുപ്പിന്റെ കത്തടക്കം മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയത് ആരാണെന്ന് കണ്ടെത്തണമെന്നാണ് അന്വേഷണ ഉത്തരവിൽ പറയുന്നത്. പോലീസും ജയിൽ വകുപ്പും ഇത് സംബന്ധിച്ച് പ്രത്യേകം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികളുടെ ശിക്ഷാ ഇളവ് പട്ടിക കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും ചോർന്നത് എവിടെ നിന്നാണെന്നാണ് അന്വേഷിക്കുന്നത്. ജയിൽ വകുപ്പിൽ നിന്നാണോ എന്ന് ജയിൽ DIG അന്വേഷിക്കും. പോലീസിൽ നിന്നാണോ എന്ന് കണ്ണൂർ DIG അന്വേഷിക്കും. ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് അകത്തും പുറത്തും സർക്കാർ പരമാവധി ഈ വിഷയത്തിൽ വിമർശന വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ആര് എന്ന കണ്ടെത്താനുള്ള അന്വേഷണം നടത്തുന്നത്. TP വധക്കേസിലെ പ്രതികളെ ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ഉൾപ്പെടുത്തിയതിന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന മുഹമ്മദ് ഷാഫി, സിജിത്ത്, TK രജീഷ്, ട്രൗസർ മനോജ് എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കമാണ് നടന്നത്. ഇതിന് മുന്നോടിയായി കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഒരു തരത്തിലുള്ള ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചവർക്കാണ് ശിക്ഷ ഇളവ് നൽകാൻ നീക്കം നടന്നത്. ആഭ്യന്തര വകുപ്പ് അറിയാതെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു നീക്കം നടത്തില്ല. എന്നിട്ടും തങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് സർക്കാർ കണ്ണടച്ചു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തിൽ ശിക്ഷാ ഇളവ് നൽകുന്നവരെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പട്ടികയിലുള്ള 59 പേരുടെ പേരുകളും കത്തിലുണ്ടായിരുന്നു. ഈ കത്ത് എങ്ങനെയോ മാധ്യമങ്ങൾക്ക് കിട്ടി. അതോടെയാണ് പിണറായിയും കൂട്ടരും വെട്ടിലായത്. വെട്ടിലാക്കിയവരെ 1 മാസത്തിനകം കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ ധൃതി കാണിച്ചതിനെതിരെ TPയുടെ ഭാര്യയും MLAയുമായ KK രമ നൽകിയ അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ട്രൗസർ മനോജിനെ അടക്കം വിട്ടയക്കണമെന്നായിരുന്നു സർക്കാർ തീരുമാനം. അതുപ്രകാരം പ്രതിയെ വിട്ടയക്കുന്നതിലുള്ള അഭിപ്രായം ആരായാൻ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് KK രമയുടെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ജൂൺ 3 ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചതനുസരിച്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചെന്നാണ് മുഖ്യമന്ത്രിക്കു വേണ്ടി എക്സൈസ് മന്ത്രി MP രാജേഷ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മറുപടി നൽകിയത്. ജൂൺ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നു. 6 പെരുമാറ്റച്ചട്ടം അവസാനിച്ചത്. അപ്പോൾ 3-ാം തീയതി തിടുക്കപ്പെട്ട് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയത് സർക്കാരിന്റെ അറിവോടെയല്ല എന്ന് എങ്ങനെ പറയാനാകും എന്ന ചോദ്യം ശക്തമായിരുന്നു. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഭരണകക്ഷിക്കായില്ല. KK രമയ്ക്ക് മറുപടി പറയാനുള്ള ശക്തിയില്ലാതെ ഇരട്ടച്ചങ്ങനായ മുഖ്യമന്ത്രി അന്ന് ഡൽഹിക്ക് പറഞ്ഞിരുന്നു. അടിയന്തര പ്രമേയത്തിന് പകരം സബ്മിഷൻ അവതരിപ്പിക്കാൻ സ്പീക്കർ പ്രതിപക്ഷത്തിന് അനുമതി നൽകി. അതിന് മറുപടി നൽകിയ MP രാജേഷ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് വ്യക്തമാക്കി. പിന്നെ എന്തിനാണ് KK രമയുടെയും നാട്ടുകാരുടെയും മൊഴി പോലീസ് എടുത്തത്? സർക്കാർ ഇളവ് നൽകില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മൊഴിയെടുത്തത്. ഇതിനൊന്നും മന്ത്രിക്ക് മറുപടിയില്ലായിരുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കാൻ സ്പീക്കർ പ്രത്യേക താല്പര്യമെടുത്തത് അദ്ദേഹത്തിന്റെ കൂടെ മുഖം രക്ഷിക്കാനെന്ന ആക്ഷേപം ശക്തമാണ്. കാരണം TP കേസിലെ പ്രതി മുഹമ്മദ് ഷാഫിയുടെ നിക്കാഹിന് ആശംസ അർപ്പിച്ച് MLA ആയിരുന്ന AN ഷംസീർ പോയിരുന്നു. 2017 സംഭവം. അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് വന്നാൽ ഇതെല്ലാം പ്രതിപക്ഷം കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമെന്ന് സ്പീക്കറിന് ഭയമുണ്ട്. അങ്ങനെയെങ്കിൽ സ്പീക്കർക്ക് കൊലക്കേസ് പ്രതിയുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന ചർച്ച വരും. അതൊക്കെ വലിയ നാണക്കേടായി മാറും. ഇതെല്ലാം മുന്നിൽ കണ്ട് സ്പീക്കർ സർക്കാരിന്റെയും തന്റെയും തടി രക്ഷിക്കാൻ വക്കാലത്തുമായി ഇറങ്ങി. സർക്കാർ അറിയാതെയാണ് ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കിയതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞിരുന്നു. ആഭ്യന്തര വകുപ്പിനെ മറികടന്ന് അങ്ങനെ ഉദ്യോഗസ്ഥർ പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്. ഭരിക്കുന്ന മന്ത്രിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ ഉദ്യോഗസ്ഥർ മേയുന്നത് എന്ന ആരോപണവും ശക്തമാണ്. ഇത്തരത്തിൽ CPM ഉന്നയിക്കുന്ന എല്ലാ വാദങ്ങളുടെയും മുനയൊടിഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന അടക്കമുള്ള ചർച്ചകൾ പാർട്ടിയിൽ നടക്കുമ്പോഴാണ് പുതിയ വിവാദമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് കത്ത് ചോർന്നത് അന്വേഷിക്കണമെന്ന ഉത്തരവ്. ചോർത്തിയ വ്യക്തിക്കെതിരെ നടപടിയെടുത്താൽ അത് അതിനേക്കാൾ വലിയ പുലിവാലാകുമെന്ന ബോധം ആഭ്യന്തര വകുപ്പിലെ ചിലർക്ക് ഇല്ലാതെ പോയി. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ സർക്കാർ VD സതീശന് നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുത്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല. അതോടെ മൺമറഞ്ഞ് 1 കൊല്ലം പിന്നിടുന്ന ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യത വീണ്ടും വർദ്ധിപ്പിച്ചു. ഏതാണ് തള്ളേണ്ടത്, എന്തിനെയാണ് കൊള്ളേണ്ടതെന്ന് മനസ്സിലാക്കാൻ അധികാരം മാത്രം പോരാ, ജനങ്ങളുടെ പൾസ് കൂടി അറിയണം. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട, കോമൺ സെൻസ് മതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.